നെക്സ്റ്റ് നമുക്ക് പ്ലേറ്റ് ഗേർഡേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ വെൽഡഡ് പ്ലേറ്റ് ഗേർഡർ ഓഫ് സ്പാൻ 24 മീറ്റർ ടു ക്യാരി സൂപ്പർ ഇമ്പോസ് ലോഡ് ഓഫ് 35 kN per meter. അവോയ്ഡ് യൂസ് ഓഫ് ബെയറിംഗ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് സ്റ്റിഫ്നേഴ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റിഫ്നേഴ്സ് യൂസ് ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിലാണ് പ്ലേറ്റ് ഗേർഡേഴ്സ് ചോദിക്കുന്നത്. അതായത് പ്ലേറ്റ് ഗേർഡേഴ്സ് വിതൗട്ട് എൻഡ് സ്റ്റിഫ്നർ എൻഡ് ഓർ ഇൻ്റർമീഡിയറ്റ് സ്റ്റിഫ്നേഴ്സ്. അപ്പോൾ ആ ഒരു ടൈപ്പ് പ്രോബ്ലമാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡിസൈൻ വെൽഡഡ് പ്ലേറ്റ് ഗേർഡർ. സ്പാൻ തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡേറ്റയിൽ പ്ലേറ്റ് ഗേർഡറിൻ്റെ ടോട്ടൽ സ്പാൻ 24 മീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ടു ക്യാരി എ സൂപ്പർ ഇമ്പോസ് ലോഡ്. അത് ക്യാരി ചെയ്യേണ്ട ലോഡ് 35 kN per meter. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. അതായത് ഇതാണ് പ്ലേറ്റ് ഗേർഡേഴ്സ്. ഓക്കെ, ഇത് പ്ലേറ്റ് ഗേർഡർ, അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 24 ആൻഡ് ഇതാണ് സെക്ഷൻ. ഇപ്പോൾ ഈ സെക്ഷൻ എന്ന് വെച്ചാൽ ഇത് റോൾഡ് സെക്ഷൻസ് അല്ല, അതായത് നമുക്ക് ഈസിലി അവൈലബിൾ ആകുന്ന ഒരു സെക്ഷൻ അല്ല, പകരം ഇത് ഓരോ പ്ലേറ്റ്സ് ആണ്. ഓക്കെ, ഇത് ഫ്ലാഞ്ച് പ്ലേറ്റ്. അപ്പോൾ ഇങ്ങനെ ഫ്ലാഞ്ച് പ്ലേറ്റ് കാണും. ആൻഡ് അപ്പോൾ ഈ ഫ്ലാഞ്ച് പ്ലേറ്റിൻ്റെ നമുക്ക് ഏതൊക്കെ ഡയമെൻഷൻസാണ് വേണ്ടത്? വിഡ്ത്തും തിക്നെസ്സും. ഓക്കെ, അതേപോലെ ഇവിടെ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്തും തിക്നെസ്സും പിന്നെ വെബിൻ്റെ വിഡ്ത്തും തിക്നെസ്സും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതായത് ഫ്ലാഞ്ചിൻ്റെ ഡയമെൻഷൻസും വേണം, ദറ്റ് ഈസ് BF TF, ആൻഡ് വെബിൻ്റെ ഡയമെൻഷൻസ്, അതായത് ഈ ഡെപ്ത് ഓഫ് വെബ് D ആൻഡ് തിക്നെസ് ഓഫ് വെബ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ നമുക്ക് ISMB എന്ന് പറയുന്ന സെക്ഷൻസ് പോലെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സെക്ഷൻസ് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. പകരം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഓരോ ഡയമെൻഷൻസും. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലോഡ് കാൽക്കുലേഷൻ. സോ പ്ലേറ്റ് ഗേർഡേഴ്സിൻ്റെ ലോഡ് കാൽക്കുലേഷൻ നമ്മൾ ഇത്രയും കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ബീമിൻ്റെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലോഡ് കാൽക്കുലേഷൻ ആദ്യം നിങ്ങൾ തന്നിരിക്കുന്ന ലോഡ്സ് ഒക്കെ എഴുതുക. ക്വസ്റ്റ്യനിൽ 35 kN per meter ആണ് തന്നിരിക്കുന്ന ലോഡ്. ഓക്കെ, അപ്പോൾ അത് എഴുതുക. സോ സൂപ്പർ ഇമ്പോസ് ലോഡ് ഇസ് 35 kN per meter ആൻഡ് അതിനെ ഫാക്ടേർഡ് ആക്കുക. സോ 1.5 × 35. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ ലോഡുണ്ട്, ഇനി ഇതിൻ്റെ സെൽഫ് വെയിറ്റ് വേണം. ഈ ഒരു ഗേർഡറിൻ്റെ സെൽഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഗേർഡറിൻ്റെ സെൽഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു എംപിരിക്കൽ ഫോർമുല വെച്ചിട്ടാണ്. ഇതാണ് ആ ഫോർമുല. ഓക്കെ, സോ സെൽഫ് വെയിറ്റ് ഓഫ് ബീം ഇസ് ഈക്വൽ ടു, അപ്പോൾ സൂപ്പർ ഇമ്പോസ് ലോഡുണ്ട്, അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സെൽഫ് വെയിറ്റും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അതായിരിക്കും ടോട്ടൽ ലോഡ്. അപ്പോൾ സെൽഫ് വെയിറ്റ്, ഇതിൽ ഈ സെൽഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനാണ് W ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ W ബൈ 200. ഇവിടെ ഈ ക്യാപിറ്റൽ W എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദി ഫാക്ടേർഡ് ലോഡ്. ഓക്കെ, ഈ ഫാക്ടേർഡ് ലോഡാണ് ക്യാപിറ്റൽ W. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാക്ടേർഡ് ലോഡ്. അപ്പോൾ ഇത് kN per meterലാണ് ഈ വാല്യൂ. അപ്പോൾ ഇതിനെ നമുക്ക് ലോഡിലേക്ക് kN കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ പെർ മീറ്ററിൽ ഇതാണ് വാല്യൂ എങ്കിൽ ടോട്ടൽ ലോഡ് എത്രയായിരിക്കും? ഫാക്ടേർഡ് ലോഡ് ഓൺ ഗേർഡർ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഫാക്ടേർഡ് വാല്യൂ. ഫാക്ടേർഡ് വാല്യൂവിനെ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എത്ര കിട്ടും? 52.5 kN എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് അത് ഡിവൈഡഡ് ബൈ 200 എന്നൊരു ടേം ഉണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്മോൾ w, അതായത് സെൽഫ് വെയിറ്റ് കിട്ടും ഇൻ kN per meter. ഓക്കെ, kN per meterലാണ് കിട്ടുന്നത്. ക്ലിയർ? സോ ഇത് എംപിരിക്കൽ ഫോർമുലയാണ്. അപ്പോൾ നമുക്കിതിൽ കിട്ടേണ്ട ഈ ഒരു വാല്യൂ kN per meterലെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടേണ്ടത് kN per meterലാണ്. ഓക്കെ, W ലോഡാണ്, ലോഡ് ഇൻ kN. സോ 52.5 × 24. ഓക്കെ, സോ ഒരു മീറ്ററിനാണ് 52, അങ്ങനെയാണെങ്കിൽ 24 മീറ്റേഴ്സിന് 52.5 × 24 ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ 200 വിൽ ഗീവ് us ദി സെൽഫ് വെയിറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ സെൽഫ് വെയിറ്റ് കിട്ടി. സെൽഫ് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫാക്ടേർഡ് ലോഡിൻ്റെ കൂടെ ഈ സെൽഫ് വെയിറ്റും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക്
ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് കിട്ടുക. സോ ടോട്ടൽ ലോഡ് ഇസ് ഈക്വൽ ടു 52.5 പ്ലസ് 6.3, അപ്പോൾ 58.8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ്. ഓക്കെ, സോ അതാണ് ലോഡ് കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ക്വസ്റ്റ്യനിൽ എന്താണോ ലോഡ് തന്നിരിക്കുന്നത് അതിനെ ഫാക്ടേർഡ് വാല്യൂ ആക്കി എഴുതുക. ഓക്കെ, ആ ഫാക്ടേർഡ് വാല്യൂ നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കും കിട്ടുക. അപ്പോൾ 1 മീറ്ററിൻ്റെ വാല്യൂ ആണ് അത്. അങ്ങനെയാണെങ്കിൽ 24 മീറ്റേഴ്സ് നമുക്ക് എത്രയാണോ സ്പാൻ തന്നിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുമ്പോൾ 52.5 ഇൻറ്റു 24 അതായിരിക്കും ക്യാപിറ്റൽ ഡബ്ല്യു. അപ്പോൾ സെൽഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു ബൈ 200. ക്യാപിറ്റൽ ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ 200 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് വെച്ചാൽ 6 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ സെൽഫ് വെയ്റ്റും ഫാക്ടേർഡ് ലോഡും കൂടെ ആഡ് ചെയ്യുക, അതായിരിക്കും ടോട്ടൽ ലോഡ്. അടുത്തതായിട്ട് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. ലോഡിൽ നിന്ന് ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ഗർഡറാണ്. സോ അതിൻ്റെ മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ മാക്സിമം മൊമെൻറ്റ് WL²/8 ആൻഡ് ഷിയർ ഫോഴ്സ് WL/2. സോ 58.8 ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലോഡ് വാല്യൂ. സോ ലോഡ് ഇൻറ്റു L²/8, ഓക്കെ, ആൻഡ് ലോഡ് ഇൻറ്റു L/2. സോ നമുക്ക് കിട്ടുന്ന മൊമെൻറ്റ് വാല്യൂ 4233.6 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻഡ് ഷിയർ ഫോഴ്സ് വാല്യൂ 705.6 കിലോ ന്യൂട്ടൺ മീറ്റർ. കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇവിടെ ഈ കിലോ ന്യൂട്ടൺ മീറ്റർ ഇല്ല, ലോഡ് വാല്യൂ കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇതാണ് നമുക്ക് എമ്മും വിയും ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്കണോമിക്കൽ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തേർഡ് സ്റ്റെപ്പ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എന്താ, ZP വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെക്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് സെക്ഷൻ അവൈലബിൾ അല്ല. നമ്മൾ തന്നെയാണ് വെബും അതുപോലെ ഫ്ലാഞ്ചിൻ്റെയും വിഡ്ത്തും തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വെബ് എടുക്കുക. ഓക്കെ, സോ ഈ ഒരു പ്ലേറ്റ് ഗേർഡറിൽ ആദ്യം നമുക്ക് ഈ വെബാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വെബിൻ്റെ ഡെപ്ത്ത് അതുപോലെ വെബിൻ്റെ തിക്നെസ് TW. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഒരു വാല്യൂ അറിയാം, ദാറ്റ് ഈസ് D/TW. ഓക്കെ, സോ സ്റ്റിഫ്നേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ നോർമലി ഒരു പ്ലേറ്റ് ഗേർഡർ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് D/TW അതായത് ഈ വെബ് ബക്ലിംഗ് സസെപ്റ്റബിൾ അല്ലെങ്കിൽ, ഓക്കെ, വെബ് ബക്ലിങ് അതിന് സേഫ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ D/TW ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 67 എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് ഇവിടെ നിന്നാണ് കിട്ടുന്നത്, ദാറ്റ് ഈസ് D/TW. സോ വെബ് നമുക്ക് ബക്ലിങ്ങിന് ചെക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താ, D/T ഷാൽ ബി ഗ്രേറ്റർ ദാൻ 67 എപ്സിലോൺ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 67 എപ്സിലോൺ ആണെങ്കിൽ വെബ് ബക്ലിംഗ് ഉണ്ടാകും. സോ നമുക്ക് എന്താ വേണ്ടത്, D/TW ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 67 എപ്സിലോൺ. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്, ഇതെന്ന് വെച്ചാൽ ബക്ലിംഗ് ഉണ്ടാകുന്ന കേസാണ്. അപ്പോൾ ബക്ലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 67 എപ്സിലോൺ ആയിരിക്കണം വാല്യൂ. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് ഡിയും, അപ്പോൾ ഡിയുടെയും ടിയുടെയും ഡെപ്തിൻ്റെ, വെബിൻ്റെ ഡെപ്തിൻ്റെയും അതുപോലെ വെബിൻ്റെ തിക്നെസ്സിൻ്റെയും ഒരു റേഷ്യോ നമുക്കുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്. സോ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിപ്പോൾ കോഡിലില്ല. ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വെബിൻ്റെ ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഇല്ല, പക്ഷേ ഈ ഡെറിവേഷൻ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും ആണ്. ഫ്ലാഞ്ചിൽ ബെൻഡിങ് സ്ട്രെസ്സസ് ആണ് വരുന്നത്. അപ്പോൾ കംപ്രസീവും ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് എത്രയായിരിക്കും, മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ദിസ് ഫോഴ്സ് ഇൻറ്റു ഡെപ്ത്, റൈറ്റ്. സോ ഫോഴ്സ് ഇൻറ്റു ഡെപ്ത് അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ ഒരു
ഡെറിവേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂവിലെത്തിയത്. അപ്പോൾ ഇതിനൊരു ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ നോക്കണ്ട, നമുക്ക് ഈ ലാസ്റ്റ് ഫോർമുല മാത്രം മതി. ദറ്റ് ഈസ് എക്കണോമിക്കൽ ഡെപ്തിൻ്റെ ഫോർമുല D ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M ക്യൂബ് റൂട്ട് ഓഫ് M ഇൻറ്റു K ബൈ FY. ഇവിടെ M എന്ന് വെച്ചാൽ മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. K എന്ന് പറഞ്ഞാൽ ഈ D ബൈ TW, ഈ 67 എപ്സിലോണിനെയാണ് നമ്മൾ K എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് K, ദാറ്റ് ഈസ് 67 എപ്സിലോൺ. സോ K ഈസ് ഈക്വൽ ടു 67. സോ എക്കണോമിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ D ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് MK ബൈ FY. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഇതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4233.6 ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ പെർ ന്യൂട്ടൺ എം എമ്മിലുള്ള വാല്യൂ ആണ്. ആൻഡ് ഇൻറ്റു 67 എപ്സിലോൺ, കെയുടെ വാല്യൂ 67 എപ്സിലോൺ ആണ്, എപ്സിലോൺ 1. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ 250. സോ D വാല്യൂ നമുക്ക് 1043 എന്ന് കിട്ടും. അതിനെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് എഴുതാം. ദറ്റ് ഇസ് 1000 mm എന്ന് എടുക്കാം. ഓക്കെ, സോ ഈ 1000 mm എന്ന് പറഞ്ഞാൽ 1000 mm ഈ ഒരു വെബിൻ്റെ ഡെപ്താണ് 1000 mm. ഓക്കെ, വെബിൻ്റെ ഡെപ്ത് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്തുവാ? തിക്നെസ് ഓഫ് ദി വെബ്. ഓക്കെ, സോ വെബിൻ്റെ ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഡെപ്ത് ബൈ തിക്നെസ് ഓഫ് വെബിൻ്റെ റേഷ്യോ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇതാണ് റേഷ്യോ. D by TW shall be less than or equal to 67 epsilon for avoiding the web buckling. ഓക്കെ, അപ്പോൾ ഇവിടെ 67 എപ്സിലോൺ എന്ന് വെച്ചാൽ K വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തിക്നെസ് ഓഫ് വെബ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. വാട്ട് ഇസ് തിക്നെസ് ഓഫ് വെബ്? D by TW is less than or equal to 67 എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ തിക്നെസ് ഓഫ് വെബ്, ഓക്കെ, തിക്നെസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ D by 67 എപ്സിലോൺ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ തിക്നെസ് എന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D by 67 എപ്സിലോൺ. സോ തിക്നെസ് ഷാൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D by D എന്ന് വെച്ചാൽ 1000 ആണ്, 67 എപ്സിലോണിൻ്റെ വാല്യൂ 1. സോ 1000 by 67 നമുക്ക് കിട്ടുന്നത് 14.92 ആണ്. അപ്പോൾ അതിനെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 16 mm എന്ന് എഴുതാം. ഓക്കെ, സോ തിക്നെസ് ഓഫ് ദി വെബ് 16 mm. അപ്പോൾ നമ്മൾ വെബ് ഇവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വെബിൻ്റെ ഡയമെൻഷൻ കിട്ടി. അപ്പോൾ വെബ് ഡിസൈൻ കഴിഞ്ഞു. ദാറ്റ് ഈസ് DW 1000 mm. അതുപോലെ തിക്നെസ് ഓഫ് ദി വെബ് 16 mm ആണ് കിട്ടുന്നത്. ക്ലിയർ? സോ വെബ് പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ് കിട്ടി. അടുത്തതായിട്ട് ഫ്ലാഞ്ചിൻ്റെ ഡയമെൻഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, സോ ഫ്ലാഞ്ചിൻ്റെ ഡയമെൻഷൻസ് കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ M shall be less than or equal to AF FY D by 1.1. ഇതിൽ AF എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഫ്ലാഞ്ച്, ദിസ് ഈസ് ഡെപ്ത് ഓഫ് വെബ് ആൻഡ് FY is 250. ഓക്കെ, സോ ഈ ഇക്വേഷനും പഠിക്കുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇതാണ് നിങ്ങൾ പിന്നെ പഠിക്കേണ്ട ഇക്വേഷൻ. D ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് MK ബൈ FY. അടുത്ത ഇക്വേഷനാണ് ഇത്. ഫ്ലാഞ്ചിൻ്റെ ഏരിയ കിട്ടാനായിട്ടുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, സോ AF നമുക്ക് അറിയില്ല, ബാക്കിയെല്ലാം AF ആണ് ഇവിടെ അൺനോൺ. ബാക്കി FY അറിയാം, ഡെപ്ത് ഓഫ് വെബ് അറിയാം, 1.1 ആൻഡ് മൊമെൻറ്റും അറിയാം. സോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏരിയ ഓഫ് ഫ്ലാഞ്ചിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? അഗെയിൻ നമുക്ക് ഫ്ലാഞ്ചിൻ്റെ കേസിൽ, ഓക്കെ, ഈ ഒരു വെൽഡഡ് സെക്ഷനിൽ ഫ്ലാഞ്ചിൻ്റെ കേസിൽ B by TF ഇതാണ് എടുക്കേണ്ടത്. ഓക്കെ, B by TF. അപ്പോൾ ഇതിൽ 3 വാല്യൂസ് ഉണ്ട്. 8.4 എപ്സിലോൺ, 9.4 എപ്സിലോൺ, 13.6 എപ്സിലോൺ. ഇത് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3യുടെ വാല്യൂസാണ്, മാക്സിമം വാല്യൂസാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെക്ഷൻ പ്ലാസ്റ്റിക് സെക്ഷനാണ്. സോ നമുക്ക് ഈ ഒരു സെക്ഷൻ പ്ലാസ്റ്റിക് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് B by TFൻ്റെ ഒരു റേഷ്യോ കിട്ടും. ഓക്കെ, സോ അസ്യൂം ആസ്
പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുക. സോ ബി ബൈ ടി എഫ് ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8.4 എപ്സിലോൺ. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ നിന്ന് എഴുതാം. So assuming plastic section from IS 800 page 18 table 2, we get B by TF shall be less than or equal to 8.4 epsilon. ഇതിൽ B എന്ന് വെച്ചാൽ BF by 2. ഓക്കെ, സോ width of flange by 2. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? B എന്ന് വെച്ചാൽ BF by 2 divided by TF should be less than or equal to 8.4 epsilon. ഓക്കെ, സോ BF നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? BF is equal to 8.4 epsilon into 2 times TF. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. സോ ഇതാണ് ബി എഫിൻ്റെ വാല്യൂ. എഗെയിൻ നമുക്കറിയാം ഏരിയ ഓഫ് ഫ്ലാഞ്ച് എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ഇൻറ്റു തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. ഓക്കെ, ഏരിയ ഓഫ് ഫ്ലാഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ആണ്, ദറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ഇൻറ്റു തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. സോ അത് എഴുതുക. ഏരിയ ഇസ് ഈക്വൽ ടു, ഏരിയയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, ദറ്റ് ഈസ് ഈക്വൽ ടു ബി എഫ് ഇൻറ്റു ടി എഫ്. അഗെയിൻ ബി എഫിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഓക്കെ, 8.4 ഇൻറ്റു 2 ടൈംസ് ടി എഫ്, അതാണ് ബി എഫിൻ്റെ വാല്യൂ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ട് വരുന്നത് ടി എഫ് ആണ്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. സോ ഇവിടെ നിന്ന് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എത്രയാണെന്ന് കിട്ടും. 33.3 എന്ന് കിട്ടി. അതിനെ 40 mm എന്ന് approximately we can write it as 40 mm. ഓക്കെ, സോ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് കിട്ടിയാൽ നമുക്ക് ടോട്ടൽ ഏരിയ അറിയാം. ടോട്ടൽ ഏരിയയിൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ വിഡ്ത്ത് കിട്ടുമല്ലോ. ബി എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫ്രം ദാറ്റ് ദ വിഡ്ത്ത് ഓഫ് ദി പ്ലേറ്റ് ഈസ് എ എഫ് ബൈ ടി എഫ്. സോ എ എഫ് എന്ന് വെച്ചാൽ 18,628 ഡിവൈഡഡ് ബൈ 40 വിച്ച് ഇസ് ഈക്വൽ ടു 465. ഓക്കെ, അപ്പോൾ അതിനെ റഫ്ലി 480 mm എന്ന് എടുക്കാം. ഓക്കെ, സോ ഫ്ലാഞ്ച് പ്ലേറ്റിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ ഫ്ലാഞ്ച് പ്ലേറ്റിൻ്റെ വിഡ്ത്തും കിട്ടി. സോ നമ്മൾ ഫൈനലി ഈ ഫിഗർ വരയ്ക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സെക്ഷൻ്റെ ഡയമെൻഷൻസ്. 480, 40 അത് ഫ്ലാഞ്ചിൻ്റെ ഡയമെൻഷൻ, ആൻഡ് ഡെപ്ത് ഓഫ് ദി വെബ് ആൻഡ് തിക്നെസ് ഓഫ് ദി വെബ് 1016. ഓക്കെ, ഇത് മാർക്ക് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ആദ്യം ലോഡ് കാൽക്കുലേഷനിൽ ഡിഫറൻസ് ഉണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ സെൽഫ് വെയിറ്റ് എടുക്കണം. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. തേർഡ് സ്റ്റെപ്പ് സെക്ഷൻ ആണ്. അപ്പോൾ സെക്ഷൻ നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഡി ബൈ ടി ഡബ്ല്യു റേഷ്യോ വേണം. പിന്നെ ഫ്ലാഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബി ബൈ ടി എഫ് റേഷ്യോ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് സെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെക്ക് ഫോർ മൊമെൻറ്റ്, ചെക്ക് ഫോർ ഷിയർ ഒക്കെ ചെയ്യുക. അതായത് യൂഷ്വലി ചെയ്യുന്ന സ്റ്റെപ്സ് തന്നെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് ഡയറക്റ്റ്ലി ZP, അതായത് നമുക്കിപ്പോൾ SP6 നിന്ന് ഡയറക്റ്റ് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ആണെങ്കിലും പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ ആണെങ്കിലും ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂസ് ഒക്കെ വേണം. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ്ലി കോഡിൽ നിന്ന് കിട്ടില്ല. ഇത് കാരണം നമ്മൾ തനിയെ ഡിസൈൻ ചെയ്തൊരു സെക്ഷനാണ്. സോ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അതുപോലെ സെക്ഷൻ മോഡുലസ്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഇതെല്ലാം തനിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഐ സെക്ഷൻ്റെയാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ അത് പഠിച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്സിലേക്ക് കടക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ ഈ അടുത്ത സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ലെങ്തി ആയിട്ടും കുറച്ച് ടഫായിട്ടും തോന്നും. സോ ഇത് നമ്മൾ ബേസിക് മെക്കാനിക്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ എസ്സേയിലൊക്കെ പഠിക്കുന്നതാണ്. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും അതുപോലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ. ഓക്കെ, സോ അതൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്സ് തുടങ്ങിയിട്ട് നോക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യും. സോ ചെക്ക് ഫോർ മൊമെൻറ്റ്. സോ ആസ് പെർ ഡയമെൻഷൻ ഇത് പ്ലാസ്റ്റിക് സെക്ഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യുക, ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്തത് പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്നാണ് ചൂസ് ചെയ്തത്. കാരണം നമുക്ക് ബീറ്റ ബി വാല്യൂ വേണമെങ്കിൽ അത് ഏത് സെക്ഷൻ ആണെന്ന് അറിഞ്ഞാലേ ബീറ്റ ബി വാല്യൂ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തതാണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ടായിരുന്നു കണ്ടുപിടിച്ചത് ബിയും ടി എഫ് ഒക്കെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് സെക്ഷൻ തന്നെയാണോ, ഇത് ഏത് സെക്ഷൻ ആണെന്ന് നമ്മൾ ഡയമെൻഷൻ വെച്ചിട്ട് ഏത് സെക്ഷൻ ആണെന്ന് ചൂസ് ചെയ്യുക. സോ ബി വാല്യൂ ബി ബൈ ടി എഫ്, ബി വാല്യൂ ഇസ് 480/2
ഓക്കെ, അതായത് BF 480 ആണ്. സോ 480/2 ഡിവൈഡഡ് ബൈ 40. സോ നമുക്ക് കിട്ടുന്നത് 6 ആണ്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് എ വാല്യൂ 6, വിച്ച് ഇസ് ലെസ് ദാൻ 8.4 എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ സെക്ഷൻ വെൽഡഡ് സെക്ഷനാണ് നോക്കേണ്ടത്. ഓക്കെ, റോൾഡ് സെക്ഷൻ അല്ല. റോൾഡ് സെക്ഷൻ എന്ന് വെച്ചാൽ നേരത്തെ പ്രീവിയസ് കേസസിലായിരുന്നു. പ്ലേറ്റ് ഗേർഡറിൻ്റെ കേസിൽ വെൽഡഡ് സെക്ഷനാണ് നോക്കേണ്ടത്. സോ അത് വെച്ചിട്ട് ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ തന്നെയാണെന്ന് ക്ലാസിഫൈ ചെയ്തു. നെക്സ്റ്റ് MD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് IS 800 ക്ലോസ് 8.2.1.2. ഓക്കെ, അതായത് ഇവിടെ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. MD is equal to beta B ZPFY by gamma M naught. ഇതിൽ ബീറ്റ ബിയുടെ വാല്യൂ പ്ലാസ്റ്റിക്കിനും കോമ്പാക്റ്റിനും 1 ആയിരിക്കും. ഓക്കെ, ആൻഡ് സെമി കോമ്പാക്റ്റ് സെക്ഷൻ ആണെങ്കിൽ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ബൈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് 1 എന്ന് തന്നെ എടുക്കാം. അഗെയിൻ നെക്സ്റ്റ് FY 250 ആൻഡ് ഗാമ M naught 1.1. ഓക്കെ, അഗെയിൻ ZP വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ZP വാല്യൂ എങ്ങനെ കിട്ടും ഇനി അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് സെക്ഷൻ മോഡുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അഗെയിൻ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് എപ്പോഴും മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് ഫ്ലാഞ്ച് ആയിരിക്കും. ഒരു ഐ സെക്ഷനിൽ മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് ഫ്ലാഞ്ച് പോർഷൻ ആയിരിക്കും മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ZP എന്ന് വെച്ചാൽ ഫ്ലാഞ്ചിൻ്റെ മാത്രം ZP വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ZP ഓഫ് ദിസ് ഫ്ലാഞ്ച് സെക്ഷൻ. അപ്പോൾ ഈ ഫ്ലാഞ്ച് സെക്ഷൻ്റെ ഒരു റെഗുലർ ക്രോസ് സെക്ഷൻ ആയിരുന്നെങ്കിൽ, ഒരു റെഗുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് BH4 by BH square by 4 എന്ന് എഴുതാം. ഓക്കെ, പക്ഷേ ഈ ഒരു കേസിൽ എന്താ എഴുതണ്ടേ? ഇത് ഒരു റെഗുലർ ക്രോസ് സെക്ഷൻ അല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏരിയ ഇൻറ്റു ഈ ഏരിയ ഇൻറ്റു ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് പ്ലസ് ദിസ് ഏരിയ ഇൻറ്റു ഇതിൻ്റെ കറസ്പോണ്ടിങ് സെൻറ്റർ തുടങ്ങി, ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ തുടങ്ങി ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഇതായിരിക്കും. അപ്പോൾ ഇത് ഫ്ലാഞ്ചിൻ്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാണ് ZP സെക്ഷൻ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണ് ഇത്. ഓക്കെ, സോ ഫ്ലാഞ്ചിൻ്റെ മാത്രം എടുത്താൽ മതി. സോ ഫ്ലാഞ്ചിൻ്റെ ഏരിയ ഇൻറ്റു ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്ത്. അതുപോലെ ഇവിടെ ഫ്ലാഞ്ചിൻ്റെ ഏരിയ ഇൻറ്റു ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്ത്ത്. അപ്പോൾ ഇത് സിമിട്രിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ എഴുതാം? AF ഇൻറ്റു D1 + D2. ഇതിൽ D1 + D2 എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് D നമുക്കറിയാം, D is 1000. ഈ ഡിയുടെ കൂടെ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്സിൻ്റെ ഹാഫ് 2 പോർഷനിൽ നിന്നും ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ 40/2 എന്ന് വരും. 40/2 ആൻഡ് ഇവിടെയും 40/2. ഇത് രണ്ടും ആഡ് ചെയ്യുക. സോ 1000 + 40/2 + 40/2 1040 എന്ന് കിട്ടും. ആൻഡ് വാട്ട് ഈസ് ഏരിയ ഓഫ് ഫ്ലാഞ്ച്? 480 × 40. സോ 480 × 40 × 1040. സോ നമുക്ക് ZP വാല്യൂ കിട്ടി. ഓക്കെ, ZP വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, MD കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ZP വാല്യൂ 199.68 × 10⁵ അതാണ് കിട്ടിയിരിക്കുന്നത്. സോ MD is equal to 4538.18 kN/m, which is greater than M. Hence the section is safe. MD greater than M ആണെങ്കിൽ സെക്ഷൻ സേഫ് ആണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് MD ഷുഡ് ബി ലെസ് ദാൻ, ഓക്കെ, MD ഷുഡ് ബി ഇൻ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം MD ഷുഡ് ബി ലെസ് ദാൻ 1.2 ZEFY by gamma M naught. ഇവിടെ അടുത്തത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ്ലി നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് എഴുതാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ നെക്സ്റ്റ് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? Z is equal to I/Y. ഓക്കെ, I/Y എന്ന് വെച്ചാൽ IZZ by Y.
IZZ. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ IZZ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെയും നമ്മൾ ഫ്ലാഞ്ച് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതായത് ഈ ടോട്ടൽ I സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, പക്ഷെ ഫ്ലാഞ്ചിന് ഈ രണ്ട് ഫ്ലാഞ്ചിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫ്ലാഞ്ചസ് എബൌട്ട് ദിസ് ന്യൂട്രൽ ആക്സസ്. ഓക്കെ, അതപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? IZZ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ what is this? BD cube by 12. Okay, so BD cube by 12 plus AH square. Sorry, ഈ ഒരു ടേം ഇവിടെ ഇല്ല. ഓക്കെ, സോ BD cube by 12 plus AH square, അതിൻ്റെ 2 ടൈംസ് എടുക്കണം. ഓക്കെ, സോ ദിസ് ഇസ് B ഇൻറ്റു D എന്ന് വെച്ചാൽ തിക്നെസ്. ഓക്കെ, സോ 480 ആണ് B. It is BF into thickness എന്ന് വെച്ചാൽ 40. So B into D cube, depth എന്ന് വെച്ചാൽ thickness തന്നെ 40 cube by 12 plus ഇതിൻ്റെ ഏരിയ. What is the area? 480 into 40 into പാരലൽ ആക്സിസ് തിയറം വഴിയിട്ടാണ്. ഓക്കെ, അതായത് ZZ1 തുടങ്ങി ZZ വരെയുള്ള ഡിസ്റ്റൻസ്, H ഡിസ്റ്റൻസ്. അപ്പോൾ H ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? H is equal to D by 2. ഇത് D by 2. ഓക്കെ, സോ ഇത് D, അപ്പോൾ ഇത് D by 2. ഈ D by 2ൻ്റെ കൂടെ TF by 2 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യണം, ദാറ്റ് ഈസ് TF by 2. സോ നമുക്ക് എന്താ കിട്ടുന്നത്? D എന്ന് വെച്ചാൽ 1000 by 2 പ്ലസ് TF 40 by 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. രണ്ട് ഫ്ലാഞ്ചസ് ഉള്ളതുകൊണ്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ? സോ നമുക്ക് ഫൈനലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, IZZ വാല്യൂ. ഓക്കെ, ഇവിടെ ഈ ഒരു വാല്യൂ ഇല്ല കേട്ടോ, ദിസ് ഇസ് നോട്ട് ദെയർ, ദറ്റ്സ് എ മിസ്റ്റേക്ക്. സോ BD cube by 12 പ്ലസ് AH സ്ക്വയർ, അത് രണ്ട് ഫ്ലാഞ്ചസ് ഉള്ളതുകൊണ്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് ഫ്ലാഞ്ചിൻ്റെ മാത്രം മതി, വെബിൻ്റെ വേണ്ട. കാരണം ഇവിടെ മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് ഫ്ലാഞ്ച് പോർഷൻ മാത്രമാണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് Y? Y is the total depth by 2. Okay, so Y എന്ന് വെച്ചാൽ ഈ എക്സ്ട്രീം എൻഡ് തുടങ്ങി, ഓക്കെ, ഈ എക്സ്ട്രീം എൻഡ് തുടങ്ങി ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ന്യൂട്രൽ ആക്സസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2. സോ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1000 പ്ലസ് 40 പ്ലസ് 40, 1080 by 2. So that is 540. ഓക്കെ, സോ അങ്ങനെയാണ് Y കിട്ടുക. അപ്പോൾ I കിട്ടി, Y കിട്ടി. അങ്ങനെയാണെങ്കിൽ ZE എന്തായിരിക്കും? I by Y. സോ I by Y വെച്ചിട്ട് ZE കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് വി ആർ ഗെറ്റിംഗ് 5246. സോ MD ഈസ് ലെസ് ദാൻ, ഇവിടെ MD നമുക്ക് കിട്ടിയത് 4538 ആണ്. സോ MD ഈസ് ലെസ് ദാൻ ദിസ് 5246. അതുകൊണ്ട് ഈ കണ്ടീഷനും ഓക്കെ ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് ചെക്ക് ഫോർ ഷിയർ. ഷിയർ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഓക്കെ, സോ 8.4.1 വെച്ചിട്ടാണ് ഷിയർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, കാരണം വെൽഡഡ് സെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് D ഇൻറ്റു TW ആണ് എടുക്കേണ്ടത്. ആൻഡ് വാട്ട് ഈസ് ദി ഡെപ്ത് ഓഫ് വെബ് ഇൻറ്റു തിക്നെസ് ഓഫ് വെബ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ വരുന്നത്. സോ AB എന്ന് വെച്ചാൽ D ഇൻറ്റു TW, D is 1000, TW is 16. സോ വി ആർ ഗെറ്റിംഗ് VD as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 1000 ഇൻറ്റു 16 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 1.1. നമുക്ക് VD വാല്യൂ കിട്ടുന്നത് 2999 ആണ്. 2099 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് വാസ് V? 705.6. സോ VD ഈസ് ഗ്രേറ്റർ ദാൻ V, ഹെൻസ് സേഫ് കണ്ടീഷനാണ്. ഓക്കെ, ഇതിൽ ഹൈ ഷിയറും ലോ ഷിയറും ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, അപ്പം VD ഗ്രേറ്റർ ദാൻ V. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ് വെബ് ക്രിപ്ലിംഗ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ചെക്ക് ഫോർ വെബ് ക്രിപ്ലിംഗ്. സോ ഹിയർ ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് വെബ് അണ്ടർ ക്രിപ്ലിംഗ് കാൽക്കുലേറ്റ് ചെയ്യണം.
പേജ് 67 ക്ലോസ് 8.7.4. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. അഗെയിൻ ഈ വെബ് ക്രിപ്ലിംഗ്, അപ്പോൾ ഇതിൽ ഈ B1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ B1 നമ്മൾ 100 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഈ B1 എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാകും, ഈ സപ്പോർട്ടിൻ്റെ കൂടെ ഒരു ബെയറിംഗ് ഉണ്ടാകും. ഓക്കെ, ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ബെയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബെയറിംഗ്, അപ്പോൾ ഇവിടെ നിന്ന് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസ്പേർഷൻ. ഓക്കെ, ഈ ഡിസ്പേർഷൻ ലെങ്ത് ആണ് B1. ഇങ്ങനൊരു ഡിസ്പേർഷൻ ലെങ്ത് അത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് 100 ആയിട്ട്. ഓക്കെ, ക്ലിയർ? സോ B1 പ്ലസ് N2 ഇൻറ്റു TW. അപ്പോൾ ഇത് ബെയറിംഗ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഈ ഒരു ബെയറിങ്ങിൻ്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബെയറിംഗ് സ്ട്രെങ്ത് B1 പ്ലസ് N2 TWFYW, അത് ക്ലോസിൽ തന്നിട്ടുണ്ട്, ക്ലോസ് 8.7.4. അത് വെച്ചിട്ട് N2 എന്ന് വെച്ചാൽ ഇവിടെ 2.5 TF പ്ലസ് R1. പക്ഷേ ഇവിടെ റൂട്ട് റേഡിയസ് ഇല്ല, കാരണം ഇത് വെൽഡഡ് സെക്ഷനാണ്, റോൾഡ് സെക്ഷൻ അല്ല. അപ്പോൾ റൂട്ട് റേഡിയസ് ഇവിടെ 0 വരും. ഓക്കെ, സോ അത് വെച്ചിട്ട് FW കാൽക്കുലേറ്റ് ചെയ്യുക. 727 എന്നാണ് കിട്ടുന്നത്. സോ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 706, ഹെൻസ് സേഫ്. ഓക്കെ, അപ്പോൾ ഇത് സേഫ് ആയതുകൊണ്ട് നമുക്ക് എൻഡിൽ സ്റ്റിഫ്നർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? സോ നെക്സ്റ്റ് ഇസ്, ഇപ്പോൾ ഷിയർ നമ്മൾ ചെക്ക് ചെയ്തു, മൊമെൻറ്റും ചെക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഒരു സ്റ്റെപ്പ് ഉള്ളതെന്ന് വെച്ചാൽ ഡിസൈൻ ഓഫ് വെൽഡഡ് കണക്ഷൻ. ഓക്കെ, വെൽഡഡ് കണക്ഷൻ ഡിസൈൻ ചെയ്യണം. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ലാസ്റ്റ് നമ്മൾ വെൽഡഡ് കണക്ഷൻ ഡിസൈൻ ചെയ്യണം. സോ ഫില്ലറ്റ് ടു ബി ഡിസൈൻ ഫോർ ഷിയർ ആൻഡ് FDW ഇസ് ഈക്വൽ ടു, നമ്മൾ ഫില്ലറ്റ് വെൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ FDW എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ ഷിയർ സ്ട്രെങ്ത്. ഷിയർ സ്ട്രെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് ഇവിടെ നമുക്ക് വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താ? സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് ഷിയർ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. അഗെയിൻ ഈ ഒരു I സെക്ഷനിൽ മാക്സിമം ഷിയർ സ്ട്രെസ് വാല്യൂ എവിടെയായിരിക്കും? അപ്പോൾ ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ് ഡയഗ്രാം വരുന്നത് I സെക്ഷൻ്റെ. സോ മാക്സിമം വാല്യൂ വരുന്നത് ഈ ഒരു പോർഷനിലാണ്, അതായത് ഇവിടെയാണ് മാക്സിമം വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ വെൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, വെൽഡ് ഡിസൈൻ ചെയ്യേണ്ടത് ഒരു ഷിയർ സ്ട്രെങ്ത്തുമായിട്ടാണ്. ഷിയർ സ്ട്രെങ്ത് കൺസിഡർ ചെയ്തിട്ടാണ് വെൽഡ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർ ഡിസൈനിങ് വെൽഡ് ഇറ്റ് ഈസ് ടു ബി ഡിസൈൻഡ് ഫോർ ഷിയർ. അതുകൊണ്ട് തന്നെ നമുക്ക് വെൽഡിൻ്റെ ഇക്വേഷൻ അറിയാം. ഓക്കെ, വെൽഡിൻ്റെ ഇക്വേഷൻ അറിയാം, സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ അറിയാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ടു ബി ഇക്വേറ്റഡ് വിത്ത് ദ ഷിയർ സ്ട്രെങ്ത്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഷിയർ സ്ട്രെങ്ത് ഓഫ് ദിസ് പോർഷൻ. ഓക്കെ, ഇവിടെയുള്ള ഈ ഒരു ഷിയർ സ്ട്രെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം വെബിൻ്റെയും ഫ്ലാഞ്ചിൻ്റെയും ആ ജോയിൻറ്റിലായിട്ടായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു ഏരിയയിൽ, ആ ഒരു പോർഷനിലുള്ള, ആ ഒരു ജോയിൻറ്റിലുള്ള ഷിയർ സ്ട്രെസ് വാല്യൂ, ഷിയർ സ്ട്രെങ്ത് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ഷിയർ സ്ട്രെങ്ത്? ഷിയർ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഷിയർ സ്ട്രെസ് ഒരു I സെക്ഷൻ്റെ ഓക്കെ, ഒരു I സെക്ഷൻ്റെ ഷിയർ ഈ ഒരു പോർഷനിലാണ് മാക്സിമം. അപ്പോൾ ഈ ഒരു പോർഷനിലുള്ള ഷിയർ സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. I സെക്ഷൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ FAY ബാർ ഇൻറ്റു ഡിവൈഡഡ് ബൈ I ഇൻറ്റു B. ഇതാണ് നമ്മുടെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ വാട്ട് ഇസ് ഫോഴ്സ്? ഫോഴ്സ് എന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് ആണ് റെസിസ്റ്റ് ചെയ്യേണ്ടത്. സോ F എന്ന് വെച്ചാൽ വാട്ട്? ഇറ്റ് ഈസ് V. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത ഷിയർ ഫോഴ്സ് ആണ് F. ഓക്കെ, ഏരിയ എന്ന് വെച്ചാൽ, സോ ഇവിടെ നെക്സ്റ്റ് ഏരിയ. ഈ ഏരിയ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ജോയിൻറ്റിന് ഷിയർ ഫോഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേലിൽ ഉള്ള തൊട്ടു
എബവ് ഉള്ള ഏരിയയാണ് നമ്മൾ എടുക്കേണ്ടത്. സോ എവിടുത്തെ വാല്യൂ ആണ്, എവിടുത്തെ ഷിയർ ഫോഴ്സ് ആണ്, സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു പോയിന്റിൽ നിന്ന് മേളിലേക്കുള്ള ഏരിയ ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഏരിയ എന്ന് വെച്ചാൽ എന്ത് വരും? ഏരിയ ഓഫ് ഫ്ലാഞ്ച്. സോ ഇവിടെ എ എന്ന് വെച്ചാൽ എ ഇൻറ്റു എഫ്. അഗെയിൻ വൈ ബാർ. വൈ ബാർ എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഏരിയ ആണ് കൺസിഡർ ചെയ്തത് ആ ഏരിയയുടെ സെൻട്രോയിഡ് തുടങ്ങി ന്യൂട്രൽ ആക്സിസിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഫ്ലാഞ്ചിൻ്റെ ഏരിയ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയുടെ സെൻട്രോയിഡ് തുടങ്ങി ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. ക്ലിയർ? അപ്പോൾ എഫ് എന്ന് വെച്ചാൽ വി, എ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഫ്ലാഞ്ച്, വൈ ഈസ് ഈ ഒരു ഡെപ്ത്, ആൻഡ് നെക്സ്റ്റ് ഇസ് ഐ. ഓക്കെ, ഐ എന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഹോൾ സെക്ഷൻ. കംപ്ലീറ്റ് ഐ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഐ എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ടോട്ടൽ ഇതൊരു റെക്റ്റാങ്കിൾ ആക്കി എടുക്കുക. ഓക്കെ, സോ ഈ ഒരു റെക്റ്റാങ്കുലർ ടോട്ടൽ പോർഷനിൽ നിന്ന് നമുക്ക് ഈ പോർഷൻ മൈനസ് ചെയ്യണം. ഈ രണ്ട് പോർഷൻസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടുമല്ലോ. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ ബി എന്ന്, ഈ ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ ഡി എന്ന് ആണ് എടുക്കുന്നതെങ്കിൽ ബി ഡി ക്യൂബ് ബൈ 12 അതാണ് ടോട്ടൽ ഈ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൈനസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ്, ഈ രണ്ട് പോർഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മൈനസ് ചെയ്യണം. സോ മൈനസ് 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇത് ടോട്ടൽ നമുക്കറിയാം 480 ആണ്. ഓക്കെ, സോ 480 നിന്ന് എന്താ മൈനസ് ചെയ്യേണ്ടത്? സോ 480 by 2. ഓക്കെ, 480 by 2 മൈനസ് ഈ ഒരു ഹാഫ് തിക്നെസ് മൈനസ് ചെയ്യണം. ഓക്കെ, സോ 480 by 2 മൈനസ് 8. സോ 232 എന്ന് കിട്ടും. ഇത് 8 ആണ്. ഹാഫ് ഓഫ് ദി തിക്നെസ് ഓഫ് വെബ് എന്ന് വെച്ചാൽ 8 വരും. 16 ആണ് ടോട്ടൽ, അപ്പോൾ അതിൻ്റെ ഹാഫ്. ഓക്കെ, സോ അത് എത്രയാണ് കിട്ടുക? സോ ദാറ്റ് ഈസ് 232 എന്ന് വരും. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു വിഡ്ത്ത് എന്ന് വെച്ചാൽ 232 ഇൻറ്റു ഈ ഡെപ്ത്ത്. സോ ഈ വിഡ്ത്ത് നമുക്ക് സ്മോൾ ബി എന്നും ഈ ഡെപ്ത്ത് സ്മോൾ ഡി എന്നും എഴുതാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ബി ഇൻറ്റു ഡി ക്യൂബ് ബൈ 12. സോ ഇതാണ്, ഇങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പോൾ എങ്ങനെ എഴുതാം? ബി എന്ന് വെച്ചാൽ 480 ഇൻറ്റു ഈ ടോട്ടൽ ഡെപ്ത്ത് 1080. ഓക്കെ, സോ 480 ഇൻറ്റു 1080 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 മൈനസ് 2 ടൈംസ് ഇവിടുത്തെ ഈ ബി 232 ഇൻറ്റു ഈ ഡെപ്ത്ത് 1000 ക്യൂബ് ബൈ 12. ഓക്കെ, ഇതായിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ ഐ കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ ഐ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ആഫ്റ്റർ ഗെറ്റിംഗ് ഐ, അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബി ആണ്. ബി ഈസ് ദി വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് 480. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഐ വാല്യൂ കിട്ടുന്നത് 3.1055 ഇൻറ്റു 10⁻10 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, ഈ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇൻറ്റു ബി ഈസ് 480, പിന്നെ ഇത് വി വാല്യൂ, ഇത് ഏരിയ ഓഫ് ഫ്ലാഞ്ച്, ആൻഡ് ദിസ് ഇസ് വൈ ബാർ. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ടോ മാക്സ് ഷിയർ സ്ട്രെസ് വാല്യൂ കിട്ടുന്നത് 0.472 എന്നാണ്. 0.472 ന്യൂട്ടൺ പെർ mm². അപ്പോൾ ഷിയർ സ്ട്രെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക്
ഈ ലെങ്ത് ഓഫ് വെൽഡ് ഇത് 1 കൊടുക്കാം. സോ പെർ മീറ്റർ ലെങ്ത്തിൽ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പെർ മീറ്റർ ലെങ്ത്തിൽ അപ്പോൾ ഈ ഏരിയ എന്ത് വരും? B × 1 എന്ന് വരും. വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് × 1. ഓക്കെ, പെർ മീറ്റർ ലെങ്ത്തിലാണ്. അപ്പോൾ ഇവിടെയും LW 1 എന്ന് എടുക്കാം. സോ പെർ മീറ്റർ ലെങ്ത്തിൽ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു ടോ C ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് വെച്ചാൽ B മാത്രം എടുത്താൽ മതി, പെർ മീറ്റർ ലെങ്ത് ആണ്. സോ 226 എന്ന് കിട്ടും. ഓക്കെ, 226 നമ്മൾ ഈ FDWന് 226 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? FDWന് പകരം 226 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് LW 1 എന്ന് കൊടുക്കുക. ഏരിയ ഓക്കെ, ഇവിടെ K × S ഉണ്ട്. K നമുക്ക് 0.7 എന്ന് എടുക്കാം. ആൻഡ് S ഇസ് ദി സൈസ് ഓഫ് ദി വെൽഡ്. സൈസ് ഓഫ് ദി വെൽഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് S എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി രണ്ട് സൈഡിലുണ്ട് സൈസ് ഓഫ് ദി വെൽഡ്. അതായത് ഇവിടെ ഈ രണ്ട് സൈഡിലും വെൽഡ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 410. ഓക്കെ, ഇവിടെ ഈ FY വാല്യൂ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ FU വാല്യൂ? FU വാല്യൂ എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. സോ 410 ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ 410 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു ഗാമ M1. സോ 1 MW ദറ്റ് ഈസ് 1.25. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് സൈസ് ഓഫ് ദി വെൽഡ് 0.85 എന്ന് കിട്ടും. പക്ഷേ ഒരു 16 mm തിക്കുള്ളവരിന് ഒരു വെബിൻ്റെ കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം ഒരു 5 mm എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ ലെങ്ത് ഓഫ് വെൽഡ്. ഓക്കെ, ലെങ്ത് ഓഫ് വെൽഡ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ആസ് പെർ കോഡ് ഇറ്റ് ഈസ് 4 times ദി സൈസ്. ഓക്കെ, 4 times ദി സൈസ്. അപ്പോൾ 20 mm ആണ് മിനിമം ലെങ്ത് ഓഫ് ദി വെൽഡ്. 20 mm എങ്കിലും കൊടുക്കണം. സോറി 20 mm മിനിമം ലെങ്ത് ഓഫ് ദി വെൽഡ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ? സോ അത് രണ്ട് സൈഡിലും ഉണ്ട്. സോ ദാറ്റ് ഈസ് 40 mm. സോ പ്രൊവൈഡ് എ മിനിമം ഓഫ് സൈസ് 5. ഈ സൈസ് വരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, സൈസ് ഓഫ് ദി വെൽഡ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? സോ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൽ നമ്മളുടെ വെൽഡിൻ്റെ ഇക്വേഷൻ, നിങ്ങൾക്ക് വെൽഡിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതാണ് വെൽഡിൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനുമായിട്ട് ഷിയർ സ്ട്രെങ്ത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ടോ കാൽക്കുലേറ്റ് ചെയ്യണം, A കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇത് പെർ മീറ്റർ ലെങ്ത്തിലായതുകൊണ്ട് LW 1 എന്ന് കൊടുക്കുക. ഏരിയയും അതും 1 എന്ന് കൊടുക്കുക. ഏരിയയിൽ B × 1. ഓക്കെ, ക്ലിയർ? എന്നിട്ട് ലെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുക. ദറ്റ് ഇസ് KSFU ബൈ √3 ഗാമ MW. ഷിയർ സ്ട്രെസ് നമ്മൾ ഐ സെക്ഷൻ്റെ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിൽ ചെയ്യുക. ഓക്കെ, ആൻഡ് സീ വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ. സോ ടോ മാക്സ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടോ മാക്സിൻ്റെ വാല്യൂ 0.472 എന്ന് കിട്ടണം. ആൻഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താ? ടോ മാക്സ് ഇൻറ്റു ഏരിയ. സോ 0.472 ഇൻറ്റു ഏരിയ B × 1. ഓക്കെ, സോ 480. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെങ്ത് കിട്ടും. ഷിയർ സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ FDWയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് S ആണ്. ഓക്കെ, LW 1 ആയിട്ട് എടുക്കുക. സോ എസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 0.8785 എന്ന് കിട്ടും. രണ്ട് സ്ഥലത്തും ഉണ്ട് ഇവിടെ വെൽഡ്. സോ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം K. ഓക്കെ, ഈ S എന്ന് വെച്ചാൽ 2S വരും. ഓക്കെ, 2 times. സോ അങ്ങനെയാണ് ഫൈനലി നമുക്ക് വെൽഡ് കിട്ടുന്നത്. ഓക്കെ, പ്രൊവൈഡ് എ മിനിമം ഓഫ് 5 mm. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെൽഡിൻ്റെ ഡയഗ്രാം കാണിക്കുക. അതായത് വെൽഡിൻ്റെ സൈസ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഈ ഒരു വെൽഡിൻ്റെ സൈസ് കാണിക്കുക. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾ ഒരു ഫിഗറും കൂടെ വരയ്ക്കാനുണ്ട്. ദാറ്റ് ഈസ് ഇതാണ് നമ്മളുടെ
ഫൈനൽ ഫിഗർ ഗർഡർ. ഓക്കെ, ഇവിടെ ഈ വെൽഡും കൂടെ കാണിക്കാം. Is it clear? Okay.